അത്യാവശ്യം നല്ല ഇപ്പോഴത്തെ എല്ലാവരും കണ്ടിരിക്കുന്ന നല്ലൊരു സിനിമയാണ്. പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാണാതെ വെറുതെ ഒരു ഔട്ട്സൈഡ് ഒപ്പീനിയൻ വെറുതെ ഫേക്കായിട്ടുണ്ടാക്കി പറയാതെ മാക്സിമം കണ്ടിട്ട് ഒപ്പീനിയൻ പറയുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് മാക്സിമം റിയലി ഇതുപോലുള്ള ഫിലിമുകൾ കൂടുതൽ വന്നിരിക്കാൻ അത്രയും നല്ലത്. അടിപൊളി. ആൻഡ് ഹിസ്റ്ററി ഞാൻ കണ്ണൂരൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്. ആ മറ്റേ തലയൊക്കെ വെട്ടിയിട്ട് ആ കിണറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഗ്രേറ്റ് ഫിലിം. നന്നായിരുന്നു. ചരിത്രത്തിൽ നമ്മളറിയാത്ത അതിൻ്റെ ഉള്ളിലോട്ട് കിടന്നുള്ള കുറേ വിശദമായിട്ടുള്ള ഒരു കഥയായിട്ട് തോന്നി. നമ്മളറിഞ്ഞ കഥയൊന്നും അല്ല ഇതെന്നുള്ളത് ഉള്ള നേരെ പച്ചയായിട്ടുള്ള ഒരു ചരിത്ര സംഭവം അറിയാൻ പറ്റി. ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സിനിമ കണ്ടിട്ട് ചുമ്മാ വന്നൊരു അഭിപ്രായം പറയുന്ന മാതിരി വളരെ നല്ലതാണ് അങ്ങനെ ഒരു അഭിപ്രായമല്ല. പിന്നെ ഒരു സാധാരണ സിനിമ കാണാൻ വേണ്ടി വന്ന് ടൈം പാസിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്നവർക്കുള്ള സിനിമയല്ല. നമ്മളുടെ ചരിത്രം, യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സിനിമ വന്ന് കാണണം. ഇതിന് ആയിരം അഭിനന്ദനങ്ങൾ. ആർക്ക്? നമ്മുടെ അലി അക്ബർ രാമസിംഹന്. അദ്ദേഹം ഇത്ര റിസ്ക് എടുത്ത് ചെയ്തതിൽ എനിക്ക് വളരെ അത്ഭുതമുണ്ട്. കാരണം എല്ലാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇത്രയും ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് അദ്ദേഹത്തോട്. താങ്ക്സ്. പുഴ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പിക്ചറാണ്. കാര്യം നല്ല പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മളതിനെ അത് നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, കാര്യം നമ്മളുടെ മനസ്സിൽ പല ചിന്തകളുമുണ്ട്. നമ്മൾ സത്യമാണോ അത് നമ്മൾ ചരിത്രപരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന വായിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണിത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വളരെ ഹീനമായ പ്രവൃത്തികൾ അന്ന് ഈ ഉന്നത കുലജാതരോടൊക്കെ ഉണ്ടല്ലോ നടത്തിയിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ അതൊന്ന് റെക്കോർഡുകളിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. അതൊക്കെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം. അത് നമ്മൾ ഇന്നിപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കേവലം എന്താ പറയുന്നത്, നമ്മൾ ഈ പാർട്ടി നോക്കിയോ മറ്റേ നോക്കിയോ അത് നോക്കിയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ അതൊക്കെ പാർട്ടിയൊക്കെ വേറെ കാര്യം, മറ്റേ കാര്യങ്ങൾ വേറെ കാര്യം. പക്ഷെങ്കിൽ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, ഇത് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് യാതൊരു സംശയമില്ല ആ കാര്യത്തിലത്. കാര്യം ഇതിൽ എത്ര നിഷ്ഠൂരമായിട്ടാണ് ഇപ്പോൾ കൊല നടത്തി നോക്കി അവിടെ എത്ര ഇതായിട്ടാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, അന്നത്തെയാണ് സത്യങ്ങളൊന്നും അതിൻ്റെ ഒരു അംശം പോലും ഇരുത്തി വന്ന് കാണത്തില്ലായിരിക്കാം. മനസ്സിലാക്കണം, അതിൻ്റെ ഒരു അംശം പോലും വന്നിട്ടില്ല. എന്നാലും അന്ന് നടന്നായ കാര്യങ്ങളുണ്ടല്ലോ, അത് എന്താണെന്നുള്ള വാസ്തവത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഈ പിക്ചറിൽ കൂടി നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുണ്ടല്ലോ. അതിൽ ഇന്നത്തെ ഈ സംവിധായകനെ സംതൃപ്തി അടയാം. വളരെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണിത്. ഇത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണിത്, യാതൊരു സംശയമില്ല. സന്തോഷം. നല്ല അടിപൊളി പിക്ചറായിരുന്നു, നല്ല പിക്ചറായിരുന്നു. ഇത് കാണേണ്ട പിക്ചറായിരുന്നു നമ്മൾ. കാരണം നമുക്ക് ഈ കഴിഞ്ഞ കാലത്തെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടതോടുകൂടി നമുക്കത് ഏറെക്കുറെ മനസ്സിലായിരുന്നു. നല്ല പിക്ചറാണ്, നല്ല